നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ദേശമംഗലം തലശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികൾ ഷോക്കേറ്റ് മരിച്ചു. അസം സ്വദേശികളായ 26 വയസ്സുള്ള ഷെഫീഖുൽ, ഭാര്യ 23 വയസ്സുള്ള റുക്സാന എന്നിവരാണ് മരിച്ചത്. കോഴിഫാമിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന വൈദ്യുതി വേലിയിൽ നിന്നാണ് ഇരുവർക്കും ഷോക്കേറ്റത്. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണിയിൽ പച്ചക്കറികളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുതിച്ചുയരുന്നു. ഹോർട്ടികോർപ്പ് വഴി പച്ചക്കറി സംഭരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ആക്ഷേപം. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തിരുവോണം വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. തൃശൂരിൽ നാളെ യെല്ലോ അലർട്ട്. ആംബുലൻസിൽ 1/4 കിലോയോളം MDMA കടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. സാഹസികമായാണ് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നിന്നും പ്രതിയായ റിയാസിനെ പോലീസ് പിടികൂടിയത്. ചിങ്ങമാസത്തിലെ ശുഭമുഹൂർത്തത്തിൽ ഗുരുവായൂരിൽ നടന്നത് 444 വിവാഹങ്ങൾ. വിവാഹങ്ങൾക്കായി 6 മണ്ഡപങ്ങളാണ് ഒരുക്കിയത്. കണ്ടശാങ്കടവ് പാലത്തിനു മുകളിൽ ബസ്സിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു. കാരമുക്ക് മാങ്ങാട്ടുകര വീട്ടിൽ 65 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ റോഡിന് കുറുകെ ചാടിയ മ്ലാവിനെ കാറിടിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. വൈശേശ്വര പുല്ലങ്കാട്ട് അനൂപിന്റെ കാറിനു നേരെയാണ് മ്ലാവ് ചാടിയത്. കുന്നുംകുളം ചാട്ടുകുളത്ത് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം, ഒരാൾക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ 2 ബസ്സുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കർശന നടപടിക്ക് നിർദ്ദേശിച്ച് ഹൈക്കോടതി. ഒന്നിലേറെ നിയമലംഘനങ്ങളുണ്ടെങ്കിൽ ഓരോന്നിനും 5000 രൂപ വീതം പിഴ ഈടാക്കണമെന്ന് കോടതി. വെള്ളിയാഴ്ച നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടെ കുഴഞ്ഞു വീണ് ചികിത്സയിലായിരുന്ന തൃശൂർ സ്വദേശി റിയാദിൽ മരിച്ചു. ചേലക്കര തൊഴുപാടം കുറുക്കൻ മൂച്ചിക്കൽ വീട്ടിൽ 43 വയസ്സുള്ള അബ്ബാസാണ് മരിച്ചത്. ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ചാവക്കാട് ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ നടന്ന സെമിനാർ ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ എൽത്തുരുത്ത് ഡിവിഷനിലെ ഓണാഘോഷം ഒളരിയിൽ നടന്നു. മേയർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ് ഉദ്ഘാടനം ചെയ്തു. പൊലിമ പുതുക്കാട് പദ്ധതിയുടെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്തിലെ 21ാം വാർഡ് കുടുംബശ്രീ ADS കൃഷി ചെയ്ത ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. സിൽജ ദേവി രചന നിർവഹിച്ച മുക്കുറ്റി ഓണപ്പാട്ട് വീഡിയോ ആൽബത്തിന്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയിൽ സംഘടിപ്പിച്ചു. കവി പ്രകാശൻ ഇഞ്ചക്കുണ്ട് സ്വിച്ച് ഓൺ നിർവഹിച്ചു. കയ്പമംഗലം പുത്തൻപള്ളി മഹലിൽ നബിദിനാഘോഷത്തോടനുബന്ധിച്ച് മിലാദ് എക്സ്പോയ്ക്ക് തുടക്കമായി. മഹല്ല് പ്രസിഡന്റ് സിദ്ദിഖ് ഹാജി ഉദ്ഘാടനം ചെയ്തു. കുട്ടനല്ലൂർ സെന്റ് ജൂഡ് പള്ളിയിൽ വിശുദ്ധ യൂദാസ്ലീഹായുടെ ഊട്ടുതിരുനാളിനുള്ള പന്തലിന്റെ കാൽനാട്ട് നടന്നു. വികാരി ഫാദർ ഷൈജു വെള്ളിയത്ത് വെഞ്ചിരിപ്പ് നിർവഹിച്ചു. ഒക്ടോബർ 1-നാണ് ഊട്ടുതിരുനാൾ. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ പത്മരാജൻ സ്മൃതി സംഘടിപ്പിച്ചു. എഴുത്തുകാരി രാജ്കുമാരി വിനോദ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ കൃഷിഭവൻ സംഘടിപ്പിക്കുന്ന ഓണച്ചന്തയ്ക്ക് തുടക്കമായി. നഗരസഭാ ചെയർമാൻ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനത്ത് കടയുടമയായ സ്ത്രീയുടെ സ്വർണമാല കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. എമ്മാട് കാരേപ്പറമ്പിൽ വീട്ടിൽ സനോജ് കെ ഫസൽ, കുഴുവിലങ്ങ് മാടത്തിങ്കൽ വീട്ടിൽ ഫാസിൽ നൌഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ജില്ലാ കരാട്ടെ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ നടന്നു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് രാജൻ ജെ പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. വരാക്കര ഉണ്ണിമിശിഹ പള്ളിയിലെ ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം. പള്ളിയുടെ 2 കപ്പേളകൾക്ക് മുന്നിലുള്ള 4 ഭണ്ഡാരങ്ങളുടെയും താഴെ തകർത്താണ് മോഷണം നടത്തിയത്.
നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ കേരള പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് എന്നിവർ ദർശനം നടത്തി. ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ഇരുവരെയും സ്വീകരിച്ചു. ഗുരുവായൂരിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റിലെ ലിഫ്റ്റിനുള്ളിൽ 1 മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന് 3 വയസ്സുകാരനടക്കം 6 പേരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. കാരക്കാടുള്ള വൈകുണ്ഠം അപ്പാർട്ട്മെന്റിൽ 3-ാം നിലയിലാണ് ലിഫ്റ്റിന്റെ സാങ്കേതിക തകരാർ മൂലം തമിഴ്നാട് കരൂർ സ്വദേശികൾ കുടുങ്ങിയത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ 8 നോമ്പ് പെരുന്നാളിന് കൊടിയേറി. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ കൊടിയേറ്റം നിർവഹിച്ചു. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് 8 നോമ്പാചരണം. തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ടി.എ. രാധാകൃഷ്ണൻ ഫൗണ്ടേഷന്റെ ഓണക്കിറ്റുകൾ കുഴൂർ പഞ്ചായത്തിൽ വിതരണം ചെയ്തു. മന്ത്രി ഒ.ജെ. ജനീഷ് ഉദ്ഘാടനം ചെയ്തു. പെങ്ങാമുക്ക് ഹൈസ്കൂൾ മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ മാസം 28-ന് നടക്കും. പൂർവ്വകാല അധ്യാപകർ ചടങ്ങിൽ ആദരിക്കും. കരുമത്ര 2-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. കുണ്ടുകാട് അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ഖേത് മസ്ദൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മണലൂർ മണ്ഡലത്തിലെ കാരമുക്കിൽ കർഷക തൊഴിലാളികളെ ആദരിച്ചു. സംസ്ഥാന സെക്രട്ടറി VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. PK ദാസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുവരുന്ന സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് വിദ്യാർത്ഥികളെ DYFI സംസ്ഥാന പ്രസിഡന്റ് ചിന്താ ജെറോം സന്ദർശിച്ചു. PKS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ KM K സുദർശൻ അധ്യക്ഷത വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.